നമസ്കാരം. ചൂരൽമല മുണ്ടക്കൈ ഉരുൾപൊട്ടൽ സ്വന്തം പ്രിയപ്പെട്ടവരെ നഷ്ടപ്പെട്ട ദുഃഖം ഇപ്പോഴും മറക്കാനാകാതെ കഴിയുന്ന ശ്രുതി ഇപ്പോൾ പുതിയൊരു വേദനയുടെ പിടിയിലാണെന്ന് വെളിപ്പെടുത്തുകയാണ്. സോഷ്യൽ മീഡിയയിൽ ആ പെൺകുട്ടിക്കെതിരെ ഒഴുകിയെത്തുന്ന അധിക്ഷേപ സന്ദേശങ്ങളാണ് വീണ്ടും അവളെ കണ്ണീരിലാഴ്ത്തുന്നത്. ഇൻബോക്സിലേക്ക് വരുന്ന വെറുപ്പുളവാക്കുന്ന മെസ്സേജുകളുടെ ലിങ്ക് ശ്രുതി തനിക്ക് ഷെയർ ചെയ്തതായി സാമൂഹിക പ്രവർത്തക താഹിറ കല്ലുമുറിക്കലാണ് സോഷ്യൽ മീഡിയ കുറിപ്പ് പങ്കുവച്ച് ഇക്കാര്യം വ്യക്തമാക്കിയത്. ജെൻസിനെ ആലോചിച്ച് ജീവിക്കുന്നില്ലത്രേ. അവൾ ചിരിച്ചാഘോഷിക്കുന്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിലിടുന്നു. ഇതൊക്കെ കാരണം അവൾ നന്ദിയില്ലാത്തവളായി മാറി എന്നൊക്കെയാണ് ഇൻബോക്സിൽ വരുന്ന അധിക്ഷേപങ്ങളെന്ന് താഹിറ പങ്കുവെക്കുന്നു. ജെൻസന്റെ മരണത്തിന് മുൻപായാണ് ശ്രുതിയെ പരിചയപ്പെട്ടതെന്നും അവളുടെ സന്തോഷത്തിന്റെ വഴി കണ്ടെത്തി അവൾ ജീവിക്കാൻ പാടില്ല എന്ന് വിളിച്ചു പറയുന്ന മാന്യരായ മനുഷ്യരോട് ഈ സംഭവിച്ചത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ജനൽ കമ്പി പിടിച്ച് വിദൂരതയിലേക്ക് കണ്ണു നട്ട് കണ്ണീർ പൊഴിച്ചിരുന്നോളൂ. പക്ഷേ അവൾ അവളുടെ മനസ്സാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യട്ടെ എന്നും താഹിറ കുറിച്ചു. കുറിപ്പിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ്. ഒരു സമയത്ത് മലയാളികൾ ഒന്നടങ്കം സങ്കടപ്പെട്ടതും പ്രാർത്ഥിച്ചതും ഈ കുട്ടിയുടെ ദുർവിധിയെ ഓർത്തായിരുന്നു. അച്ഛനും അമ്മയും ആകെയുള്ള കൂടപ്പിറപ്പും ഒറ്റ ബന്ധുക്കളെയും എല്ലാം ഒറ്റ രാത്രി കൊണ്ട് ഇല്ലാതായവൾ. വെറും 23 വയസ്സുകാരി. പ്രിയപ്പെട്ടവനും പോയി. പിന്നെ അവൾ മരണത്തെ മാത്രം സ്നേഹിച്ചു. ഞാൻ പരിചയപ്പെടുത്തുന്നത് അവന്റെ വിയോഗത്തിന് മുൻപായിരുന്നു. അവൾക്കൊപ്പം ഞങ്ങൾ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ ആദ്യമേ പറഞ്ഞത് ഇത്ത അവളെ കൗൺസിലിംഗ് ചെയ്യാത്ത രീതിയിലൊന്ന് നോർമലായി സംസാരിക്കുമോ എന്നായിരുന്നു. അന്ന് തുടങ്ങിയതാണ് ബന്ധം. അവന്റെ മരണശേഷം അവളെ മുഖാമുഖം കണ്ടപ്പോൾ പറഞ്ഞത് ഇത്ത ഞാൻ ഇനി കരയില്ല, കാരണം കരയാൻ പോലും അർഹതയില്ലാത്തവളാണ്, എൻ്റെ മനസ്സ് കൈവിടാതെ ഞാൻ സൂക്ഷിച്ചോളാം. ഞാനും അവളോട് പറഞ്ഞത് നിന്റെ ജീവിതത്തിന്റെ നിന്റെ മനസ്സിന്റെ സന്തോഷത്തിന്റെയൊക്കെ താക്കോൽ നിന്റെ അടുത്ത് മാത്രമാണ്. അത് നീ മുറുകെ പിടിച്ച് നിന്റെ മനസ്സിന് സന്തോഷമുള്ള കാര്യങ്ങളൊക്കെ ചെയ്ത് മുന്നോട്ട് ജീവിക്കണം. പിന്നെ ജീവിതയാത്രയിൽ കൂടെ കൂട്ടാമെന്ന് തോന്നിയ ഒരാളെ കണ്ടുമുട്ടിയാൽ ഒരുമിച്ചൊരു യാത്രയെക്കുറിച്ചും ചിന്തിക്കണം. കാരണം നിനക്ക് 23 വയസ്സ് മാത്രമാണ്. ഒറ്റയ്ക്കൊരു ജീവിതം വേണ്ട മോളെ, അതും ഉൾക്കൊള്ളണം എന്നുകൂടി പറഞ്ഞിരുന്നു. ചെയ്യുമെന്നും ചെയ്യില്ല എന്നും പറഞ്ഞില്ല. തുടർന്ന് ഇന്നലെ രാവിലെ മുതൽ ഈ ഒരു പെൺകുട്ടി സംസാരിക്കുന്നത് അവൾക്ക് വരുന്ന വെറുപ്പുളവാക്കുന്ന മെസ്സേജുകളുടെ ലിങ്ക് അയച്ചുകൊണ്ടാണ്. ജെൻസിനെ ആലോചിച്ച് ജീവിക്കുന്നില്ലത്രേ. അവൾ ചിരിച്ചാഘോഷിക്കുന്ന ഫോട്ടോകൾ സോഷ്യൽ മീഡിയയിൽ ഇടുന്നു. ഇതൊക്കെ കാരണം അവൾ നന്ദിയില്ലാത്തവളായി മാറിയെന്ന ജെൻസന്റെ അച്ഛൻ ചെയ്ത വീഡിയോ പ്രകാരം വീട് ജപ്തി ചെയ്യാൻ പോകുന്നു എന്നറിഞ്ഞു. അവൾ നല്ലൊരു തുക ആദ്യമേ കൈമാറിയിരുന്നു. ഒപ്പം അന്ന് ആ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി കൊടുത്ത സ്വർണമൊന്നും അവൾ തിരിച്ചു മേടിച്ചില്ല എന്നതെല്ലാം അവളെ അറിയുന്നവർക്കെല്ലാം അറിയാം. മരിച്ചുപോയവരെ കുറിച്ചോ അവന്റെ വീട്ടുകാരെ കുറിച്ചോ ഒന്നും പ്രതികരിക്കില്ല അവൾ. അത് അവളുടെ പ്രകൃതം. ഇന്നും അവൾ ജീവിക്കുന്നത് വാടക വീട്ടിലാണ്. കാരണം വാഗ്ദാനങ്ങൾ ഒന്നും ഇതുവരെ പ്രാബല്യത്തിൽ വന്നിട്ടില്ല, ജോലി ഒഴിച്ച്. ആ ജോലിയും ചെയ്ത് അവളുടെ സന്തോഷത്തിന് വഴി കണ്ടെത്തി അവൾ ജീവിക്കാൻ പാടില്ല എന്ന് വിളിച്ചു പറയുന്ന മാന്യരായ മനുഷ്യരോട് ഈ സംഭവിച്ചത് നിങ്ങൾക്കാണെങ്കിൽ നിങ്ങൾ ജനൽ കമ്പി പിടിച്ച് വിദൂരത്തിലേക്ക് കണ്ണുനട്ട് കണ്ണൂർ പൊഴിച്ചിരുന്നോളൂ. പക്ഷേ അവൾ അവളുടെ മനസാക്ഷിക്ക് ശരിയെന്ന് തോന്നുന്ന കാര്യങ്ങൾ ചെയ്ത് ജീവിച്ച് മുന്നോട്ട് പോവുക തന്നെ ചെയ്യട്ടെ. ചൂരൽമല ഉരുൾപൊട്ടലിൽ മാതാപിതാക്കളെയും സഹോദരിയും വീടും നഷ്ടപ്പെട്ട ശ്രുതിക്ക് പ്രതിശ്രുതപരൻ ജെൻസനെയും വാഹനാപകടത്തിൽ നഷ്ടപ്പെടുകയായിരുന്നു. അപകടത്തിൽ ശ്രുതിക്കും സാരമായി പരിക്കേറ്റിരുന്നു. വിവാഹം നടക്കാനിരിക്കെയായിരുന്നു പ്രതിശ്രുതപരനും മരിച്ചത്. പിന്നീട് ശ്രുതിക്ക് വയനാട് കളക്ടറേറ്റിൽ റവന്യൂ വകുപ്പിലാണ് നിയമനം ലഭിച്ചത്. ശ്രുതിക്ക് വേണ്ടി സന്നദ്ധ സംഘടന കൽപ്പറ്റയിൽ വീട് നിർമ്മിക്കുന്നുണ്ട്.